ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم بسم الله الرحمن الرحيم وتمت كلمة ربك صدقا وعدلا لا مبدل لكلماته وهو السميع العليم സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു തആലയിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ തൗഹീദ്, അള്ളാഹുവിലുള്ള ഏകദൈവ വിശ്വാസം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളത്. അല്ലാഹു തആലയുടെ നീതിയിൽ, അല്ലാഹു തആലയുടെ വിധിയിൽ, അതിലൊക്കെയും അല്ലാഹു തആല ഏകനാണ്. ആ കാര്യങ്ങളിൽ അല്ലാഹു തആല കൃത്യത കാണിക്കുന്നു. അല്ലാഹുവിൻ്റെ നീതി അത് എല്ലാവരോടും തുല്യമാണ് എന്നതൊക്കെയും വിശ്വാസി കൃത്യമായ രൂപത്തിൽ വിശ്വസിക്കേണ്ടതുണ്ട്. സൂറത്ത് ആല ഇമ്രാനിലെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും അല്ലാഹുവും മലക്കുകളും അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അവൻ നീതി നിലനിർത്തുന്നവനായിക്കൊണ്ട്. ഇവിടെ അല്ലാഹു തആലയുടെ നീതിയെ പറ്റിയാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്ത് ഹദീദിലും അല്ലാഹു തആല നീതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ലഖദ് അർസൽനാ റുസുലനാ ബിൽബയ്യിനാതി
വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. തീർച്ചയായും നമ്മുടെ റസൂലുകളും വ്യക്തമായ തെളിവുകൾ സഹിതം നാം അയച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ തെളിവുകൾ സഹിതമാണ് അല്ലാഹു തആല അയച്ചത്. അവർ മനുഷ്യന്മാർ നീതി അനുസരിച്ച് നിലകൊള്ളുവാൻ വേണ്ടി പ്രവാചകന്മാരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും നാം ഇറക്കുകയും ചെയ്തു. അല്ലാഹു തആല നീതിയുള്ളവനാണ്. അതേ പ്രകാരം തന്നെ മനുഷ്യരും നീതി പുലർത്തണം എന്ന് അല്ലാഹു തആല നിഷ്കർഷിക്കുന്നു. അല്ലാഹു തആലയുടെ വാക്കുകളിലും അല്ലാഹു തആലയുടെ പ്രവൃത്തികളിലും ഹുക്കുമുകളിലും ആ നീതി നമുക്ക് കാണാൻ കഴിയും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഏതൊരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിലും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അല്ലാഹു ഹകമുൻ ഖിസ്തുൻ ഹലകൽ മുർതാബൂൻ. അല്ലാഹു തആല ഏറ്റവും നല്ല രീതിയിൽ നീതിയോടുകൂടി വിധി കൽപ്പിക്കുന്നവനാണ്. ആ വിധിയിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അവർ നശിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരു വാക്ക് വല്ലാത്തൊരു വാക്കാണ്. കാരണം നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ മനസ്സുകളിലും നമ്മൾ കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിന്റെ നീതി അത് കൃത്യമാണെന്നുള്ള വിശ്വാസം നമ്മിലുണ്ടായിരിക്കണം. പലപ്പോഴും ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ രോഗങ്ങളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വരുമ്പോ അവർ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, എന്തേ എന്നോടിങ്ങനെ പ്രവർത്തിക്കാൻ, എന്തേ ഈ രൂപത്തിൽ എന്നെ പരീക്ഷിക്കാൻ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പലപ്പോഴും വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ മനുഷ്യർ പറയാറുണ്ട്. വിശ്വാസികൾ അങ്ങനെ ആയിക്കൂടാ എന്നുള്ളതാണ്. വിശ്വാസികളുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ഹുക്കുമിൽ അള്ളാഹു തആല വിധിച്ചതിൽ തൃപ്തിയുണ്ടായിരിക്കണം. അള്ളാഹു നീതി മാത്രമേ വിധിക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹലക്കൽ മുർതാബൂൻ. ആ കാര്യത്തിൽ സംശയമുള്ളവൻ അവൻ നശിച്ചിരിക്കുന്നു എന്ന്. മാത്രവുമല്ല, ഇത് വിശ്വാസിയുടെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ ഖളാഇൽ, അള്ളാഹുവിന്റെ വിധിയിൽ, അള്ളാഹുവിന്റെ ഖദറിൽ, ആ ഖളാഇലും ഖദറിലും അള്ളാഹു തആല കൃത്യമായി നീതി പുലർത്തുന്നു എന്നുള്ള വിശ്വാസം. അവനെ ബാധിക്കുന്ന രോഗങ്ങളാകട്ടെ, അവന് ബാധിക്കുന്ന പ്രയാസങ്ങളാകട്ടെ, പരീക്ഷണങ്ങളാകട്ടെ, അല്ലെങ്കിൽ ലോകത്തുണ്ടാകുന്ന ഭൂമികുലുക്കങ്ങളാകട്ടെ, സമൂഹത്തിൽ നടക്കുന്ന ലോകങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളാകട്ടെ, പകർച്ചവ്യാധികളാകട്ടെ, ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അതൊക്കെയും അള്ളാഹുവിന്റെ ഹിക്മത്തിൽ, അള്ളാഹു തആലയുടെ ഹുക്കുമിൽ, അള്ളാഹുയുടെ വിധിയിൽ അത് കൃത്യമായ രൂപത്തിൽ നീതിയോട് കൂടിയാണ് അള്ളാഹു നടപ്പാക്കുന്നത് എന്ന വിശ്വാസം ഒരു വിശ്വാസിക്ക്, യഥാർത്ഥ വിശ്വാസിക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ്. അതിന് നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം, ലാ യഅലമു ഹഖീഖതഹ ഇല്ലല്ലാഹ്. ചില കാര്യങ്ങളുടെ ഹിക്മത്ത്, അതിന്റെ തത്വം, അതിന്റെ യുക്തി നമുക്കറിയലുണ്ടാവില്ല, നമുക്കറിയില്ല. ചിലതിന്റെ ഒന്നും ഹിക്മത്ത് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ആ രൂപത്തിൽ വിധിച്ചത്? ഒരു ഉദാഹരണത്തിന്, സൂറത്ത് കഹ്ഫില് നമ്മളിങ്ങനെ പാരായണം ചെയ്തു പോകുമ്പോ അവിടെ മൂസാ നബി അലൈഹിസ്സലാം ഒരു സ്വാലിഹായ മനുഷ്യന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാവുന്ന ചില കാര്യങ്ങളൊന്നും മൂസാ നബി അലൈഹിസ്സലാമക്ക് മനസ്സിലാകുന്നില്ല. കപ്പലിന് എന്തിനാണ് ദോരമിട്ടത്, എന്തിനാണ് അതിന് കേടുപാടുണ്ടാക്കിയത് എന്ന് മൂസാ നബി അലൈഹിസ്സലാമക്ക് മനസ്സിലാകുന്നില്ല. ആ കുട്ടിയെ എന്തിനാണ് വധിച്ചത് എന്ന് മൂസാ നബി അലൈഹിസ്സലാമക്ക് മനസ്സിലാകുന്നില്ല. ആ മതിൽ എന്തിനാണ് ശരിയാക്കി കൊടുത്തത് എന്നും മൂസാ നബി അലൈഹിസ്സലാമക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്വാലിഹായ മനുഷ്യന് അത് ചെയ്തതിന്റെ വിഷയത്തിലാ, അള്ളാഹുവിൽ നിന്നുള്ള അറിവ് ലഭിച്ചതിന്റെ വിഷയത്തിലാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾ നോക്ക്, അപ്പൊ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് നമുക്ക് സാധാരണക്കാരായ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ എന്ത് വിശ്വസിക്കണം? അള്ളാഹുവിന്റെ ഹിക്മത്താണത്. അള്ളാഹുവിന് ആ കാര്യങ്ങൾ നമുക്കറിയാവുന്നതിനേക്കാൾ കാലങ്ങളില്ല. നമുക്ക് പാസ്റ്റ് ഉണ്ട്, നമുക്ക് പ്രസന്റ് ഉണ്ട്, നമുക്ക് ഫ്യൂച്ചർ ഉണ്ട്. എന്താണ് വരാൻ പോകുന്നത്, ഈ പ്രശ്നത്തിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന്
നമുക്ക് വ്യക്തമല്ല. ഈ രോഗത്തിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് നമുക്ക് വ്യക്തമല്ല. നമ്മുടെ കച്ചവടത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ കാരണം എന്തെന്ന് നമുക്ക് വ്യക്തമല്ല. ഇനി വരാനിരിക്കുന്നത് ചിലപ്പോൾ നല്ല നല്ല ദിനങ്ങളായിരിക്കാം. ഇനി വരാനിരിക്കുന്ന കാലത്തിൽ ആ രോഗം പാടെ മാറിയേക്കാം. ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ നല്ലൊരു സ്വാലിഹായ സന്താനത്തെ അല്ലാഹു തആല തന്നേക്കാം. ഇതാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതാണ് സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വഅസാ അൻ തക്റഹു ശൈഅ, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം, വഹുവ ഖൈറുൽ ലക്കും, അത് ചിലപ്പോൾ അത് നിങ്ങൾക്ക് നന്നായേക്കാം, നല്ലതായേക്കാം, നിങ്ങൾക്ക് ഖൈറുള്ളതായേക്കാം. നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ. നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയേക്കാം, നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയേക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾക്ക് ചില പ്രയാസങ്ങൾ വന്നേക്കാം. അത് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ അതിനെ നോക്കിക്കാണുമ്പോ അത് നമുക്ക് ഷർറാണ്, തിന്മയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, രോഗമുണ്ടാകുന്നു, ആക്സിഡന്റ് ഉണ്ടാകുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു. ഇതൊക്കെ നമുക്ക് നഷ്ടമാണ്, നമ്മുടെ കണ്ണിൽ അതെല്ലാം നഷ്ടമാണ്. പക്ഷെ അതിന്റെ ഹിക്മത്ത്, അള്ളാഹു നമുക്കത് നൽകിയുള്ള ഹിക്മത്ത് നമുക്കറിയുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു വാഹനത്തിലൂടെ, ആ വാഹനം ഒരു കള്ളൻ കട്ടുകൊണ്ടുപോവുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ് നമുക്ക്. പക്ഷെ ആ വാഹനത്തിലൂടെ ചിലപ്പോ നമുക്ക് വരാനിരിക്കുന്ന ചില ഷർറായിരിക്കാം, നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കാം. പക്ഷെ അല്ലാഹു തആല അത് മാറ്റുന്നു. ആ ഹിക്മത്ത് അത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പൊ അതിന്റെ പിന്നിൽ വരാനുള്ള ഖൈറിനെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായിരിക്കാം. ചില സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കാം, ചില ജോലി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കാം, ചില പോസ്റ്റുകൾ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കാം. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ചിലപ്പോ അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് മാറ്റും. എന്തിന്? നിങ്ങൾക്ക് ഖൈർ ലഭിക്കാൻ, നിങ്ങൾക്ക് പരലോകത്തും ഖൈർ ലഭിക്കാൻ, നിങ്ങൾക്ക് ദുനിയാവിലും ഖൈർ ലഭിക്കാൻ ചിലപ്പോൾ അല്ലാഹു തആല അത് തട്ടിമാറ്റും. ആ ഒരു വിശ്വാസത്തെ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില സംഗതികൾ അത് ഷർറായിരിക്കാം, വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കാം. വല്ലാഹു യഅലം, അല്ലാഹുവാണ് അറിയുന്നവൻ. വഅൻതും ലാ തഅലം, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എന്നല്ല. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഹദീസ് ഉണ്ട്. മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ്. അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, അവന് ബാധിക്കുന്ന എല്ലാ കാര്യവും അവന് ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കും കിട്ടൂല. ഇൻ അസ്വാബതുഹു സറാഉ ശകറ, അവന് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോ, അവൻ നന്മയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അവൻ നന്ദി കാണിക്കും. വ ഇൻ അസ്വാബത് ഫകാന ഖൈറൻ ലഹു, അത് അവന് നന്മയാണ്, അത് അവന് പുണ്യമാണ്. വ ഇൻ അസ്വാബതുഹു ദറാഉ സബറ, അവനെങ്ങാനും എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ സബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നീതിയിൽ അതിന്റെ പ്രകടമായ കാര്യങ്ങൾപ്പെട്ടതാണ് മതനിയമങ്ങളിൽ അല്ലാഹു തആല നടപ്പിലാക്കിയ നീതി എന്ന് പറയുന്നത്. അദ്ലുഹു ഫി അഹ്കാമിഹി അശ്ശറഇയ്യ, അതിലെ അല്ലാഹു തആല നീതി നടപ്പാക്കി. വതമ്മത് കലിമതു റബ്ബിക് സിദ്ഖൻ വഅദ്ല, സൂറത്ത് അൻആമിലെ 115-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, നിന്റെ റബ്ബിന്റെ വചനം സത്യത്തിലും നീതിയിലും പരിപൂർണമാണ്. നിന്റെ റബ്ബിന്റെ വചനം സത്യത്തിലും നീതിയിലും പരിപൂർണമാണ്.
മറ്റൊരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വമൻ അസ്തഖു മിനല്ലാഹി ഖീല, അല്ലാഹുവിന്റെ വാക്കിനേക്കാൾ സത്യമായിട്ട് ആരാണ് പറയുന്നത്? അല്ലാഹു ഇറക്കിയിട്ടുള്ള വാക്ക്, അല്ലാഹുവിന്റെ വാക്ക്, അല്ലാഹുവിന്റെ കലാം, അതിനേക്കാൾ സത്യമായി ആരുടെ വാക്കാണുള്ളത്? അല്ലാഹുവിന്റെ വാക്ക് സത്യമാണ്. അതേ പ്രകാരം തന്നെ അല്ലാഹുവിന്റെ വിധിയും സത്യമാണ്, അതും കൃത്യമാണ്. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യൂഖിനൂൻ, ദൃഢവിശ്വാസികളായ ജനങ്ങൾക്ക് അല്ലാഹുവിനേക്കാൾ നല്ല വിധികർത്താവായി ആരാണുള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. അല്ലാഹുവിന്റെ വിധി ഏറ്റവും നല്ല നീതിയുക്തമായ രൂപത്തിലാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, അല്ലാഹുവിന്റെ നീതി, അല്ലാഹു സൃഷ്ടികളോട് നീതി കാണിച്ചതുപോലെ ജനങ്ങൾക്കിടയിലും നീതി കാണിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞു. സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ അഅദിലൂ ഹുവ അഖറബു ലിത്തഖ്വാ. യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉറച്ച നിലപാടിൽ നിലകൊള്ളുന്നവരായിരിക്കുകയും അതേ പ്രകാരം തന്നെ നീതിമുറക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ടും നിങ്ങൾ നിലകൊള്ളുകയും. രണ്ടാമത്തെ ഭാഗം അല്ലാഹു തആല പറയുന്നത്, ഒരു ജനതയോടുള്ള അമർഷം, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു ജനതയോട്, ഒരു വിഭാഗത്തോടുള്ള നിങ്ങൾക്കുള്ള അമർഷം, വെറുപ്പ്, നിങ്ങൾക്കുള്ള അദാവത്ത്, നിങ്ങൾക്കുള്ള ശത്രുത, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരോട് അനീതി കാണിക്കരുത് എന്ന് അല്ലാഹു തആല പറയാം. അപ്പോൾ അല്ലാഹുവിന്റെ നീതി, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലാഹു തആല സൃഷ്ടികളോടും നിങ്ങൾ പരസ്പരം നീതി കാണിക്കണം. ആ വിഷയത്തിൽ ശത്രുവിനോട് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അനീതി കാണിക്കരുത്. ഒരു വിഭാഗത്തോടുള്ള അമർഷം അല്ലെങ്കിൽ ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ്, അത് നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നത് നിങ്ങൾ തടയരുത് എന്ന് അല്ലാഹു തആല പറയുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മള് ജനങ്ങളോട് അനീതി കാണിച്ചു കഴിഞ്ഞാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലിഅഖീഹി മിൻ ഇർലിഹി ഔ ഷൈഇൻ ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗം ഖബ്ല അൻ ലാ യകൂന ദീനാറുൻ വലാ ദിർഹം ഇൻ കാന ലഹു അമലുൻ സ്വാലിഹ് ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതി വഇൻ ലം തകുൻ ലഹു ഹസനാത്തുൻ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈഹി. റവാഹുൽ ബുഖാരി. നമുക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് ആരോട് അനീതി കാണിക്കാൻ പാടില്ല. അങ്ങനെ എങ്ങാനും അനീതി കാണിച്ചു കഴിഞ്ഞാൽ ആ അനീതിയിൽ ഹക്കായിട്ടല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, കച്ചവടത്തിലായിരുന്നോട്ടെ, ഏതെങ്കിലും കാര്യത്തിലായിരുന്നാലും, ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ അനീതി ഒരാളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ തരി അനീതി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണെങ്കിൽ, ദുനിയാവിന്ന് വിട്ടുപോകുന്നതിന് മുമ്പായിട്ട് അയാൾ ആ കാര്യത്തെ വീട്ടിക്കൊള്ളട്ടെ. ആരോടാണോ അനീതി കാണിച്ചത് ആ അനീതി തീർത്തിട്ട് പരലോകത്തേക്ക് പോകുക. കാരണം എന്താ? അവിടെ അവന് ദീനാറുണ്ടാവില്ല, അവിടെ അവന് ദിർഹം ഉണ്ടാവില്ല. ഇവിടെ ഒരു ദീനാർ, ഒരു ഫിൽസോ 500 ഫിൽസോ അനീതിയായി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 500 ഫിൽസും ആയിട്ട് നമ്മൾ പരലോകത്തേക്ക് പോകേണ്ടി വരും. അവിടെ ഒരു ഫിൽസും ഉണ്ടാവില്ല. അവിടെ അള്ളാഹു നീതി നടപ്പാക്കും. ആ നീതി നടപ്പാക്കുമ്പോ നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല, നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ദുൽമ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിക്രമം, അനീതി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന് നന്മയുണ്ടെങ്കിൽ, ഈ അനീതി ചെയ്തയാൾക്ക് നന്മയാണ് ഉള്ളത് എങ്കിൽ ആ നന്മയിൽ നിന്നെടുത്ത് അയാൾക്ക് അനീതിക്കിരയായവന് കൊടുക്കും. എത്ര ആളുകളോട് നമ്മൾ അനീതി ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ മറന്നുപോയിണ്ടോ? ഇതൊക്കെ
ജീവിതത്തിൽ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കുക, അല്ലാത്ത ആളുകളും എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സഹോദരങ്ങളോട് ആരോടെങ്കിലും നമ്മൾ അനീതി കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരലോകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അത് വലിയ പ്രശ്നമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാ. മാത്രമല്ല ഇനി അവൻ നന്മ ഒന്നുമില്ല. വേറൊരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, ആരാണ് നഷ്ടക്കാരൻ, ആരാണ് മനിൽ മുഫ്ലിസ്, ആരാൻ എല്ലാം നഷ്ടപ്പെട്ടവനെന്ന് പഠിപ്പിക്കുന്ന അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടെ അവന്റെ ഇർദിനെ പറ്റിയിട്ടാ പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ അഭിമാനത്തെ പറ്റിയിട്ടാ പറഞ്ഞത്. ഗൈബത്ത് പറഞ്ഞു നടക്കുന്ന ആളുകൾ, നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവരെ പറ്റിയിട്ടാ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏതായിരുന്നാലും അത് അവന്റെ ഹക്കാണ്. അവനോട് നമ്മൾ ചെയ്യുന്ന അനീതികേടാണ്. അതിന്റെ പാപഭാരം നമ്മൾ അനുഭവിക്കേണ്ടി വരും. പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പേ അടിമകളുമായി ബന്ധപ്പെട്ട ഇത്തരം ഹക്കുകൾ തീർത്തിട്ടില്ല എങ്കിൽ അവന്റെ നന്മയെടുത്ത് മറ്റേയാൾക്ക് കൊടുക്കും. ഈ നന്മ തീർന്നു കഴിഞ്ഞാലോ അയാളുടെ തിന്മയെടുത്ത് നമ്മുടെ മീസാൻ, നമ്മുടെ കിതാബിലേക്ക്, നമ്മളിലേക്ക് രേഖപ്പെടുത്തും, നമുക്ക് നൽകും. ഇങ്ങനെ നഷ്ടം സഹിക്കുന്നവനായിട്ട് മാറും. എല്ലാ നന്മയും തീർന്ന് പിന്നെ പാപങ്ങളുടെ ഭാരമായി നരകത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം കാര്യങ്ങളിൽ അവരോട് നമ്മൾ ചെയ്യേണ്ടത് ആ ഹക്കുകൾ നമ്മൾ കൊടുത്തുവിട്ട, ഒന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, അത് ധനമോ അല്ലെങ്കിൽ ഏതെങ്കിലും പദാർത്ഥങ്ങളോ അങ്ങനെയുള്ള രൂപത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവർക്ക് തിരിച്ചു നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മാനവിയാണെങ്കിൽ അമൽ ഹുഖൂഖുൽ മാനവിയ, അത് മാനവിയായിട്ടുള്ള ഗീബത്ത് പോലെയുള്ള, നമീമത്ത് പോലെയുള്ള, കളവ് പ്രചരിപ്പിക്കൽ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ, അത്തരം കാര്യങ്ങളാണെങ്കിൽ ആശയപരമാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. തൗബയോടൊപ്പം അയാൾക്ക് വേണ്ടി ആരെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരറിയാതെ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. അവരെ പറ്റിയിട്ട് നന്മകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എവിടൊക്കെ നമ്മള് അവരെ പറ്റി മോശം പറഞ്ഞോ അവരെ പറ്റി അവിടെ നന്മകൾ പറയണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു തആലയുടെ നീതിയെ പറ്റിയിട്ടാണ്. അല്ലാഹു തആല നമുക്കിടയിൽ നീതിയാണ്, എല്ലാ സമയത്തും നമുക്കിടയിൽ നീതിയാണ് കൽപ്പിക്കുകയും നീതിയാണ് നടപ്പാക്കുകയും ചെയ്യുക. നമുക്കറിയാത്തത് കൊണ്ടാണ് അതിനുള്ള പിന്നിലുള്ള ഹിക്മത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ ഖളാവിലും ഖദറിലും, അള്ളാഹുവിന്റെ ഹിക്മത്തിലും, അള്ളാഹുവിന്റെ ഹക്കമിലും, അള്ളാഹുവിന്റെ വിധിയിലും ഒക്കെ കൃത്യമായ രൂപത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഫഇന്നഹുൽ ഗഫൂറുർ റഹീം. الحمد لله حمدا حمدا والشكر لله شكرا شكرا وصلى الله على نبينا محمد وعلى اله وصحبه اجمعين. ما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നീതിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. സൂറത്തുൽ നിസായിലെ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുദാഇഫുഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമ. അല്ലാഹു തആല ഒരു ദർറത്തിന്റെ, ഒരു അണുമണിത്തൂക്കം പോലും അല്ലാഹു തആല ഒരാളോടും അനീതി കാണിക്കുകയില്ല, അതിക്രമം പ്രവർത്തിക്കുകയില്ല. ഇനി അവർ ചെയ്ത നന്മയാണെങ്കിൽ അല്ലാഹു തആല യുദാഇഫുഹാ, അല്ലാഹു തആല അത് ഇരട്ടിയാക്കി നൽകും. അല്ലാഹു തആല വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമ. തിന്മയാണെങ്കിൽ അല്ലാഹു തആല ഒരാളോടും അനീതി കാണിക്കുകയില്ല, തിന്മക്കനുസരിച്ച പ്രതിഫലമാണ് നൽകുക, ഫലമാണ് നൽകുക. നന്മയാണെങ്കിൽ അല്ലാഹു തആല അത് അവന് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു നൽകും എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു തആല അവന് ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി നൽകണം റഹ്മാൻ എന്നതാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുമായി അടുത്ത ബന്ധപ്പെട്ട 3 ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ സഹോദരനായ ജംഷീദ് സാഹിബിൻ്റെ അമ്മാവൻ, അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതനായ റാഫി ബരാമ്പറയുടെ ഉപ്പ, അതുപോലെ മുഹമ്മദ് എന്നയാളുടെ ഉപ്പ, ഇവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അല്ലാഹു തആല അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സുഖകരമാക്കി തീർക്കുമാറാവട്ടെ. അവരെയും നമ്മയും ഒക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യവും ഇണക്കവും സ്നേഹവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഈമാനോടെയും തഖ്വയോടെയും അല്ലാഹു തആല സ്വീകരിക്കുന്ന അമൽ സ്വാലിഹാത്തുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സുകൾക്കിടയിൽ ഐക്യം സൃഷ്ടിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصرهم نصرا كاملا. اللهم انصرهم نصرا كاملا. اللهم عليك باليهود، اللهم عليك باليهود. اللهم شتت شملهم وفرق جمعهم. اللهم أرنا فيهم عجائب قدرتك. اللهم أرنا فيهم عجائب قدرتك. اللهم وفق أميرنا وولي عهده لهداه واجعل عملهما في رضاك وألبسهما ثوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.